ഹലോ ഫ്രണ്ട്സ്, വൈറ്റ് ബോർഡ് ഷോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പോകുന്നത് ഒരു പുതിയ ഇംഗ്ലീഷ് വെബ് സീരീസിലേക്കാണ്. അപ്പോൾ ഈ വെബ് സീരീസിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ കൂടെ നമുക്കൊരു മലയാള സിനിമയിലേക്കും പോകാം. ഒരു സൂപ്പർ ഹിറ്റായ മലയാള സിനിമയിലേക്കും അതിൻ്റെ കഥാപാത്രത്തിലേക്കും. ആ മലയാള സിനിമ August 1 കഥാപാത്രം മമ്മൂക്ക അവതരിപ്പിച്ച് പെരുമാൾ എന്ന് പറയുന്ന പോലീസ് ഓഫീസർ കഥാപാത്രമാണ്. അപ്പോൾ നമുക്കെല്ലാം വളരെ സുപരിചിതമായ ഒരു സിനിമയാണ് August 1. സുകുമാരൻ ചീഫ് മിനിസ്റ്ററുടെ റോളിൽ വരുന്നു. അദ്ദേഹത്തിനെ വധിക്കാനായിട്ട് ക്യാപ്റ്റൻ രാജു വരുന്നു. ഒരു റാൻഡം ക്ലൂവിൽ നിന്നും ഇത് മനസ്സിലാക്കിയ പെരുമാൾ എന്ന പോലീസ് ഓഫീസർ കഥാപാത്രം, മമ്മൂക്കയുടെ കഥാപാത്രം, അദ്ദേഹം ഇതിൻ്റെ പുറകെ പോവുകയും ഈ ക്യാപ്റ്റൻ രാജു എന്ന് പറയുന്ന അസാസിനേഷൻ എന്ന കില്ലറെ കണ്ടുപിടിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഈ സിനിമയുടെ ഒരു ഇതിവൃത്തം. അത് കഴിഞ്ഞ് ഏതാണ്ട് 2010 ടൈമിൽ വീണ്ടും അതിൻ്റെ ഒരു റീമേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഷാജി കൈലാസ് ഡയറക്റ്റ് ചെയ്ത്. പക്ഷേ അന്ന് ആ സിനിമ അത്രയ്ക്ക് അങ്ങോട്ട് വർക്കൗട്ടായില്ല. ഇതിനു മുമ്പേ ഈ മലയാളത്തിൽ ഈ 2 സിനിമകളും വരുന്നതിന് മുമ്പേ 1970-കൾ 80-കൾ സമയത്ത് ഹോളിവുഡിലും ഇത് ഈ ഡേ ഓഫ് ദി ജക്കാൾ എന്ന് പറയുന്ന ഫെഡറിക് ഫോർസിത്ത് എന്ന് പറയുന്ന ഒരു ഓഥറുടെ നോവലാണ്. ആ നോവലിനെ ബേസ് ചെയ്ത് സിനിമ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേ നോവലിനെ ബേസ് ചെയ്തിട്ടാണ് ഈ പുതിയ വെബ് സീരീസും വരുന്നത്. ഈ വെബ് സീരീസിൻ്റെ പേര് ഡേ ഓഫ് ദി ജക്കാൾ എന്ന് തന്നെയാണ്. എഡി റെഡ്മൈനാണ് ഇതിൻ്റെ സെൻട്രൽ ഹീറോ ക്യാരക്ടർ പ്ലേ ചെയ്യുന്നത്. ജക്കാൾ എന്ന് പറയുന്ന ആ അസാസിനേഷൻ കില്ലർ, ഒരു എന്താ പറയുക, ഒരു എക്സലൻ്റ് ആയ ഒരു സ്നൈപ്പർ കില്ലറുടെ റോൾ പ്ലേ ചെയ്യുന്നത് എഡി റെഡ്മൈനാണ്. ലാഷ്ന ലിഞ്ചാണ് ശരിക്കും പറഞ്ഞാൽ ഈ സീരീസിൽ പെരുമാൾ ചെയ്ത ആ പോലീസ് ഓഫീസറുടെ കഥാപാത്രം ഹാൻഡിൽ ചെയ്യുന്നത്. ഇനി ഇത് ഒറ്റയടിക്ക് എല്ലാ എപ്പിസോഡും അവൈലബിൾ ആയിരിക്കുന്ന ഒരു സീരീസ് അല്ല. ഓരോ ആഴ്ചയും പുതിയ എപ്പിസോഡ് വരുന്ന രീതിയിലുള്ള ഒരു ടെലികാസ്റ്റാണ്. ഗംഭീര സീരീസാണ്, പറയാണ്ടിരിക്കാൻ വയ്യ. എന്ന് വെച്ചാൽ അതിൽ ഈ നമ്മളെ സിനിമയിൽ കാണുന്നതിനേക്കാളും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഒരു പ്ലോട്ട് സെറ്റ് ചെയ്യാനും ആ പ്ലോട്ടിലുള്ള ക്യാരക്ടേഴ്സിൻ്റെ മൂവ്മെൻറ്റ് സെറ്റ് ചെയ്യാനും ഒക്കെ ഈ വെബ് സീരീസിന് സാധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും ഈ എഡി റെഡ്മൈൻ്റെ അഭിനയം ഒരു എന്താ പറയുക, ഈ ഓന്ത് മാതിരിയുള്ള അഭിനയമാണ്. അദ്ദേഹം പല സീക്വൻസുകളിലും എടുക്കുന്ന ഒരു ബോഡി ലാംഗ്വേജും ഒരു ഡയലോഗ് ഡെലിവറിയുടെ ടോണും ആ ക്യാരക്ടറും ആ സിറ്റുവേഷനുമായിട്ട് എങ്ങനെ ബ്ലെൻഡ് ആവുന്നു. കാര്യം പല സിറ്റുവേഷനും അദ്ദേഹം വേഷം മാറി വരുവാണ്. ഇത് നമ്മൾ August 1 സിനിമയിലും കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ. അപ്പോൾ പല സിറ്റുവേഷനിലും വേഷം മാറി വരുവാണ്. അപ്പോൾ ആ ബ്ലെൻഡിങ്ങും ആ ജെല്ലിങ്ങിനും ഒക്കെ ഭയങ്കര സൂപ്പറായിട്ടാണ്, ഭയങ്കര ഈസിനെസ്സോടെയാണ് ഹാൻഡിൽ ചെയ്തിരിക്കുന്നത്. ഗംഭീരമായിട്ട് ഉള്ള ഒരു പെർഫോമൻസ് അദ്ദേഹം ഈ ഇതുവരെ വന്ന എപ്പിസോഡുകളിലെല്ലാം തന്നെയും കാഴ്ചവെച്ചിട്ടുണ്ട്. പിന്നെ വളരെ ശക്തമായ സ്ക്രീൻ പ്ലേ ആണ് ഈ ഡേ ഓഫ് ദി ജക്കാളിൽ. ഇത് ഈ August 1 ശരി, അതിന് മുമ്പ് കണ്ടിട്ടുള്ള ആ നോവലിൻ്റെ അഡാപ്റ്റേഷൻസിൽ ഏറ്റവും ബെസ്റ്റ് സ്ക്രീൻ പ്ലേ വന്നിട്ടുള്ളത് ഇപ്പോൾ ഈ വെബ് സീരീസിലാണെന്നാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ. കാര്യം ഇതിൽ ഈ ക്യാരക്ടറിന് ജസ്റ്റ് ഒരു ജക്കാളിൻ്റെ പെർസ്പെക്റ്റീവിലാണ് കഥ പറയുന്നത്. നമ്മൾ August 1 എന്ന് പറയുന്ന സിനിമയിൽ ശരിക്കും പറഞ്ഞാൽ ക്യാപ്റ്റൻ രാജുവിൻ്റെ കഥാപാത്രത്തിനും മമ്മൂക്കയുടെ കഥാപാത്രത്തിനും ഒരേ സ്പേസ് തന്നെയായിരുന്നു. ഇതിലും സെയിം തന്നെയാണ്, ഒരേ സ്പേസ് തന്നെയാണ്. പക്ഷേ ജക്കാളിൻ്റെ പെർസ്പെക്റ്റീവിൽ കൂടെയാണ് കഥ പറഞ്ഞു പോകുന്നത്. അപ്പോൾ ജക്കാളിൻ്റെ പെർസ്പെക്റ്റീവിലൂടെ പറയുന്നതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസിനും അദ്ദേഹത്തിന് വരുന്ന സീക്വൻസുകളൊക്കെ സ്ക്രീൻ പ്ലേ വളരെ ടൈറ്റും വളരെ കണക്റ്റിംഗ് ആണെങ്കിൽ മാത്രമേ അത് വർക്കൗട്ട് ആവുള്ളൂ. പക്ഷേ അത് ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ ബിഞ്ച് വാച്ച് ചെയ്യുന്നത് 6 എപ്പിസോഡ് 7 എപ്പിസോഡൊക്കെ ഒറ്റയടിക്ക് ഇരുന്ന് കാണാൻ തോന്നുന്ന രീതിയിലുള്ള ഒരു മേക്കിംഗ് ആണ് ഈ വെബ് സീരീസിൻ്റെ. ഇനി ഇതിൻ്റെ ഒരു നെഗറ്റീവിലേക്ക്, ഇതിനകത്ത് പാളിപ്പോയ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിൽ പാളിപ്പോയത് നമ്മൾ പെരുമാളിൻ്റെ റോൾ ചെയ്യാനായിട്ട് കൊണ്ടുവന്ന ഫീമെയിൽ ലീഡ് കഥാപാത്രം ലാഷ്ന ലിഞ്ച് ആണ് അതിൻ്റെ ആ ഫീമെയിൽ കഥാപാത്രം ഹാൻഡിൽ ചെയ്തിരിക്കുന്നത്. പുള്ളിക്കാരുടെ അഭിനയം അത്ര അങ്ങോട്ട് ഏൽക്കുന്ന പോലെ എനിക്ക് തോന്നിയില്ല. പുള്ളിക്കാരി കുറച്ച് ബാക്ക്ഗ്രൗണ്ട്, അതായത് ഈ August 1 എന്ന് പറയുന്ന സിനിമയിൽ നമ്മൾ പെരുമാളിൻ്റെ കഥാപാത്രം ഫാമിലി ബാക്ക്ഗ്രൗണ്ടോ മറ്റൊന്നും കാണിക്കുന്നില്ല. എനിക്ക് തോന്നുന്നു ഒരു ഫോൺ കോളോ എന്തോ മാത്രമാണ് അതിൽ കാണിക്കുന്നത്, അല്ലാതെ അതിൽ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിക്കുന്നില്ല. പക്ഷേ ഈ വെബ് സീരീസിൽ ആ പോലീസ് ഓഫീസറുടെ ഫാമിലി ലൈഫൊക്കെ കാണിക്കുന്നുണ്ട്. അതൊക്കെ കുറച്ച് അനാവശ്യമായിട്ട് എനിക്ക് തോന്നി. ആ സീക്വൻസുകളും സീനുകളും ഒക്കെ അവോയ്ഡ് ചെയ്യാമായിരുന്നു എന്ന് എനിക്ക് തോന്നി. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ക്യാരക്ടറിൻ്റെ പെർഫോമൻസ് കുറച്ച് വീക്കാണ്. അത് പുൾ ഓഫ് ചെയ്യാൻ ആ പോലീസ് ഓഫീസറുടെ ഒരു ഉദ്യോഗജനകമായ രീതിയിലുള്ള ഒരു പെർഫോമൻസ് പുൾ ഓഫ് ചെയ്യാൻ പുള്ളിക്കാരിക്ക് സാധിച്ചിട്ടില്ല, അൺഫോർച്ചുനേറ്റ്ലി. പക്ഷെ നമ്മളത് ശ്രദ്ധിക്കില്ല. കാര്യം എഡി റെഡ്മൈൻ്റെ പെർഫോമൻസ് അതിനെ കൂടെ കവർ ചെയ്യുന്നുള്ള രീതിയിലാണ്. അദ്ദേഹം ആ ക്യാരക്ടറായിട്ട് ശരിക്കും ജീവിക്കുക എന്നൊക്കെ പറയുന്ന പോലെ ആ ജക്കാൾ എന്ന് പറയുന്ന ക്യാരക്ടറുമായിട്ട് ജീവിച്ച് പോകുന്ന രീതിയിലുള്ളൊരു പെർഫോമൻസാണ്. ഗംഭീരമായ സിനിമാറ്റോഗ്രാഫി, സ്ക്രീൻ പ്ലേ, റൈറ്റിംഗ് എല്ലാമാണ്. തികച്ചും ഈ വർഷം 2024 വന്നിട്ടുള്ള വൺ ഓഫ് ദി ബെസ്റ്റ് വെബ് സീരീസാണ്. തീർച്ചയായിട്ടും നമുക്ക് കാണാവുന്നതാണ്. ഹൈലി റെക്കമെൻഡഡ് ആയിട്ടുള്ളൊരു വെബ് സീരീസാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ കാണുക. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ
എല്ലാ ആഴ്ചയും ഓരോ എപ്പിസോഡായിട്ടാണ് വരുന്നത്, കണ്ടിന്യൂസ് ആയിട്ട് റിലീസ് ആവുന്നില്ല, ഓരോ എപ്പിസോഡായിട്ടാണ് വരുന്നത്. അപ്പോൾ അത് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യുക. പെരുമാളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ജക്കാളിൻ്റെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ക്യാപ്റ്റൻ രാജുവിൻ്റെ പെർഫോമൻസിനെ വെച്ച് നോക്കുമ്പോൾ എഡി റെഡ്മാൻ ഗംഭീര പെർഫോമൻസാണ്. ഈവൻ ഫസ്റ്റ് മൂവിയിലുണ്ടായിരുന്ന ബ്രൂസ് വില്ലിസ് ആണെന്ന് തോന്നുന്നു എനിക്ക് ആ ഫസ്റ്റ് മൂവിയിലെ ക്യാരക്ടർ പ്ലേ, എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല. ബ്രൂസ് വില്ലിസ് പോലീസ് ഓഫീസർ ആയിരുന്നോ അതോ വില്ലനായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. ഈവൻ ബ്രൂസ് വില്ലിസിനെ പോലും കവച്ചു വയ്ക്കുന്ന രീതിയിലുള്ളൊരു പെർഫോമൻസ് ഈ വെബ് സീരീസിൽ ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ കാണുക, കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിരിക്കും. ബൈ.